ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേരാനായിട്ട് പ്രത്യേകം വിളിക്കപ്പെടുകയും പരിശീലിക്കപ്പെടുകയും അതിനുശേഷം അഭിഷിക്തനാക്കുകയും ചെയ്യുന്ന ആ മഹാഭാഗ്യം ലഭിച്ചതിൻ്റെ ഒരു 25 വർഷത്തിൻ്റെ പൂർത്തീകരണത്തിൽ നിൽക്കുമ്പോൾ നന്ദിയോടുകൂടിയിട്ടാണ് പൗരോഹിത്യത്തെക്കുറിച്ച് ഞാൻ വീണ്ടും ആലോചിക്കുന്നത്. അസംഘടിതരായ തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ജീവിതവ്രതമായി കാണുന്ന വൈദികനാണ് ഫാദർ നിരപ്പുകാലായിൽ. കൂടാരം രൂപീകരിച്ച് അവിടെ കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ടുള്ളതല്ല പൗരോഹിത്യം എന്ന് ഈ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ കടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുന്നിടത്താണ് ഈ പൗരോഹിത്യത്തിൻ്റെ മനോഹാരിതയും മുന്നോട്ട് പോകുന്നത്. വിവിധ ഇടവകകളിൽ നിസ്തുലമായ സേവനം ചെയ്യുമ്പോഴും അച്ഛൻ്റെ മനസ്സ് എന്നും തൊഴിലാളി ക്ഷേമത്തിനൊപ്പമായിരുന്നു. നെസ്റ്റിലും പല പ്രശ്നബാധിത ഇടവകകളിലും അച്ഛൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 25 വർഷക്കാലം ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നതിന് എന്നോടൊപ്പം ആയിരുന്ന എല്ലാവരെയും, എൻ്റെ ബാച്ചുകാർ, എൻ്റെ മേലധികാരികൾ, എനിക്ക് തിരുവട്ടം തന്നവർ, ഇങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ അനുസ്മരിച്ചുകൊണ്ട് നന്ദി പറയുന്നുണ്ട്. അവിടെയെല്ലാം അച്ഛൻ്റെ പരിശ്രമ ഫലമായി ശാന്തത കൈവരുത്തിയിട്ടുമുണ്ട്. കാത്തലിക് ലേബർ അസോസിയേഷൻ്റെ തൃശൂർ അതിരൂപത ഡയറക്ടറായും പിന്നീട് KCBCയുടെയും നിലവിൽ ഡൽഹിയിലെ CBCI ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ കാത്തലിക് ലേബർ മൂവ്മെൻറ്റിൻ്റെയും ദേശീയ ഡയറക്ടർ എന്ന രീതിയിൽ അച്ഛൻ അസംഘടിത തൊഴിൽ മേഖലയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വാക്കുകൾക്കതീതമാണ്. പ്രത്യേകിച്ച് ഒരു പുതിയ നിയോഗം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ CBCIയിൽ എനിക്ക് ജോലി ചെയ്യാൻ കിട്ടിയതും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കുറവുകളെയെല്ലാം പരിഹരിക്കുന്ന തമ്പുരാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കാനായിട്ട് എന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നും പാവപ്പെട്ടവരുടെ പക്ഷം പിടിക്കുന്ന അച്ഛന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും തനത് ചിന്താസരണികളുമുണ്ട്. പ്രിയപ്പെട്ട ജോർജ് അച്ഛ, രജത ജൂബിലിയുടെ മംഗളങ്ങൾ.